പുഷ്പാലയം പുഷ്പകുമാർ ലിറ്റററി പുരസ്കാരത്തിന് നോവലിസ്റ്റ് സുഭാഷ് ചന്ദ്രൻ അർഹനായി. ബന്ധപ്പെട്ടവർ കായംകുളത്ത് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും 2026 ജനുവരി ആദ്യവാരം നടത്തും. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. സാഹിത്യകാരൻ പുഷ്പാലയം പുഷ്പകുമാറിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുഷ്പാലയം പുഷ്പകുമാർ ലിറ്റററി പ്രൈസിന് സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ അർഹനായി. ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അതായത് പുഷ്പാലയം പുഷ്പകുമാർ സ്മാരക ലിറ്റററി പ്രൈസ് അതിന്റെ 2ാം എഡിഷൻ അവാർഡ് നൽകുന്നത് ശ്രീ സുഭാഷ് ചന്ദ്രനാണ്. സുഭാഷ് ചന്ദ്രനെ നമുക്ക് പരിചയമുണ്ട്. പറുദീസ നഷ്ടം പോലെയുള്ള അതിഗംഭീരമായ കഥയെഴുത്തിലൂടെ മലയാള ഭാവുകത്വത്തെ നവീകരിച്ച ആളാണ് അദ്ദേഹം പിന്നീട് നോവൽ രചനയിലേക്ക് കടന്നു. മനുഷ്യനൊരാമുഖം എന്ന് പറയുന്ന ഗംഭീരമായ നോവൽ. അതിനുശേഷം അദ്ദേഹം സമുദ്രശില പോലൊരു വർക്ക് ഓഫ് ആർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഗംഭീരമായി ആഴത്തിൽ വായിക്കപ്പെടുന്ന ജ്ഞാനസ്നാനം എന്ന് പറയുന്ന ജ്ഞാനപരമായ വലിയ സ്നാനം ചെയ്യിക്കുന്ന ഒരു ഗാന്ധിയൻ ഫിലോസഫി അവതരിപ്പിക്കുന്ന ഒരു വർക്ക് ഓഫ് ആർട്ടും രചിച്ചു വരികയാണ്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ഡോക്ടർ അജു കെ നാരായണൻ, ചേപ്പാട് രാജേന്ദ്രൻ, കെ ഇന്ദുലേഖ എന്നിവരടങ്ങുന്ന ജഡ്ജിംഗ് കമ്മിറ്റിയാണ് സുഭാഷ് ചന്ദ്രനെ തെരഞ്ഞെടുത്തത്. പുഷ്പാലയം പുഷ്പകുമാർ സ്മൃതിദിനമായ സെപ്റ്റംബർ 5-ന് തിരുവോണ നാളായതിനാൽ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും 2026 ജനുവരി ആദ്യവാരം നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കഴിഞ്ഞ വർഷം പുഷ്പാലയം പുഷ്പകുമാർ ലിറ്റററി പ്രൈസ് ലഭിച്ചത് ശ്രീ റഫീഖ് അഹമ്മദിനായിരുന്നു. ഡോക്ടർ അജു കെ നാരായണൻ, ചേപ്പാട് രാജേന്ദ്രൻ, കെ ഇന്ദുലേഖ, സോണി മനോഹരൻ, MO സദാലിയാക്കത്ത്, R അനിൽകുമാർ ശങ്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.